വൈക്കം മുഹമ്മദ് ബഷീർ വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 32 വർഷം. എന്നാൽ ആ ഓർമ്മകൾ ഇന്നും നെഞ്ചിലേറ്റി എല്ലാ ചരമവാർഷിക ദിനത്തിലും വയനാട്ടിൽ നിന്ന് വൈലാലിലേക്ക് യാത്ര തിരിക്കുന്ന ഒരാളുണ്ട്. ബഷീറിന്റെ പ്രിയ സുഹൃത്തും എഴുത്തുകാരനുമായ ഏച്ചോം ഗോപിയുടെ അപൂർവമായ ഓർമ്മയാത്ര. ബഷീറിന്റെ കൃതികൾ വായിച്ച് ആരാധകനായതല്ല, നേരിൽ കണ്ടാണ് ഏച്ചോം ഗോപി ആ ബന്ധം തുടങ്ങിയത്. 1976 കോഴിക്കോട് നടന്ന സാഹിത്യ ക്യാമ്പിൽ MT വാസുദേവൻ നായരും KA കൊടുങ്ങല്ലൂരും ബഷീറിനെ കുറിച്ച് സംസാരിച്ചതാണ് ഗോപിയെ വൈലാലിലെ വീട്ടിലെത്തിച്ചത്. ആ കൂടിക്കാഴ്ച പിന്നീട് എഴുത്തുകാരനും വായനക്കാരനും തമ്മിലുള്ള ബന്ധം കടന്ന് കുടുംബ ബന്ധമായി മാറി. അന്നുമുതൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീട്ടിലെ നിത്യ സന്ദർശകനായി ഗോപി. ബഷീർ ജീവിച്ചിരുന്ന കാലത്തും അദ്ദേഹം വിട പറഞ്ഞ ശേഷവും ആ ബന്ധത്തിന് മങ്ങലേറ്റിട്ടില്ല. ഓരോ ചരമവാർഷിക ദിനത്തിലും വയനാട്ടിലെ ഏച്ചോത്തെ വീട്ടിൽ നിന്ന് മാംഗോസ്റ്റിൻ പഴങ്ങളുമായി ഗോപിയുടെ യാത്ര വൈലാലിലേക്കാണ്. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ മരണം വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാ വർഷവും ഈ ജൂലൈ 5 അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോകാറുണ്ട്. ബഷീറിനൊപ്പം സാഹിത്യത്തെക്കാൾ ഏറെ സംസാരിച്ചിരുന്നത് വയനാട്ടിലെ പ്രകൃതിയെയും ആദിവാസി ജീവിതത്തെയും സാധാരണ മനുഷ്യരെയും കുറിച്ചായിരുന്നുവെന്ന് ഗോപി ഓർക്കുന്നു. ജീവിതത്തിൽ വെറും 2 തവണ മാത്രമാണ് ബഷീർ വയനാട്ടിലെത്തിയത്. 1983 കൽപ്പറ്റയിലെ പുസ്തകശാല ഉദ്ഘാടനം ചെയ്യാനും 1985 ഗോപിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനും. ഗോപിയുടെ വധുവിന് മാലയെടുത്തു നൽകിയത് ബഷീറും ഭാര്യ ഫാബിയും ചേർന്നായിരുന്നു. മകൾ അനുപമയ്ക്ക് പേരിട്ടതും ബഷീർ തന്നെ. ബഷീർ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്തുകളും സമ്മാനിച്ച പുസ്തകങ്ങളും ഇന്നും ഗോപി അമൂല്യനിധി പോലെ സൂക്ഷിക്കുന്നു. ബഷീറിന്റെ എല്ലാ കൃതികളും അദ്ദേഹത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളും നിറഞ്ഞ വലിയൊരു ഗ്രന്ഥശേഖരവും ഗോപിയുടെ വീട്ടിലുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും ഞാൻ മാംഗോസ്റ്റ് തൈ നടാറുണ്ട്. എൻ്റെ വീട്ടിലും കുറേയുണ്ട്. വിദ്യാലയങ്ങളിലും മറ്റുള്ള പൊതുസ്ഥലങ്ങളിലൊക്കെ തന്നെ ബഷീറിന്റെ ഓർമ്മയ്ക്കായിട്ട് മാംഗോസ്റ്റ് തൈ നടാറുണ്ട്. കാലം എത്ര കഴിഞ്ഞാലും ചില സൗഹൃദങ്ങൾ മാഞ്ഞു പോകില്ലെന്ന് തെളിയിക്കുകയാണ് ഏച്ചോം ഗോപി. ബഷീറിന്റെ ഓർമ്മകൾ പുസ്തകങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിലും അദ്ദേഹം ഇന്നും സംരക്ഷിക്കുകയാണ്. ഒരെഴുത്തുകാരനോടുള്ള ആരാധനയെ ജീവിതചര്യയാക്കിയ അപൂർവ മനുഷ്യനാണ് ഏച്ചോം ഗോപി. ന്യൂസ് മലയാളം, വയനാട്.